ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു 4 മാസം പ്രായമുള്ള കുട്ടിക്ക് ഇടാൻ പറ്റിയ രീതിയിലുള്ള ഒരു സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനായിട്ട് വേണ്ടത് 1 മീറ്റർ തുണിയാണ്. ഇവിടെ ഞാൻ ടിഷ്യൂവിൻ്റെ തുണിയാണ് വാങ്ങിയിരിക്കുന്നത്. അതൊന്ന് രണ്ടായിട്ട് ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ കസവ് ഭാഗം വരുന്ന ആ ഒരു സ്ഥലമാണ് സ്കേർട്ടിനായിട്ട് വേണ്ടത്. അപ്പോൾ ഒരു 10 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, രണ്ടായിട്ട് മടക്കിയിട്ടിട്ട്. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ കസവ് വരുന്ന ഭാഗമില്ലേ, അതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ല വീതിയിൽ ഞൊറിഞ്ഞിട്ട് കൊടുക്കുക. ഞാനൊരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് ഞൊറിയിട്ട് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നല്ലപോലെ ഒന്ന് കാണിക്കാൻ പറ്റാത്തത്. ഇതുപോലെ ഒന്ന് വീതിയിൽ ഞൊറിയിട്ട് കൊടുക്കുക. 2 പീസും ഇതുപോലെ ഞൊറിയിട്ട് വെച്ചിട്ട് കുറച്ച് മുട്ട് സൂചി ഉപയോഗിച്ച് ഇതുപോലെ പിൻ ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് മെഷർമെൻറ്റൊക്കെ കറക്റ്റാക്കി നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടി ഇനിയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ വണ്ണം എടുത്തിരിക്കുന്നത് ഒരു 20 ഇഞ്ചാണ്. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഞൊറിഞ്ഞ് പിൻ ചെയ്തതിന് ശേഷം ഒരു ടേപ്പ് ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിൽ എന്തോരം നീളം വരുന്നുണ്ടെന്ന് നോക്കണം. ഒരു 20 അല്ലെങ്കിൽ 21 ഇഞ്ച് അത്രേ വരാവുള്ളൂ. അങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്, അങ്ങനെ വരുന്നില്ലെങ്കിൽ അതനുസരിച്ചൊന്ന് ഞൊറി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് മുകൾ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പീസും കൂടി ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആ ഒരു 21 ഇഞ്ച് നീളത്തിലും ഒരു 3 ഇഞ്ച് വീതിയിലും ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് ഈ സ്കേർട്ടിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അകത്താണ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ സൈഡൊന്ന് മടക്കിയിട്ട് ഇങ്ങോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പാവാടയ്ക്ക് നമ്മൾ വള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വള്ളി ഇടാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പീസില്ലേ മുകളിൽ വെച്ച, അതിൻ്റെ അറ്റം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണമായിരുന്നു. അതുപോലെ തന്നെ പാവാടയുടെ ഈ സൈഡും ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ നൂലിങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് പോകും. ഇനി ചെയ്യേണ്ടത്, ഈ ഓപ്പൺ ആയിട്ടിരിക്കുന്ന 2 സൈഡില്ലേ, അത് രണ്ടും കൂടി ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ ഉള്ളിലൂടെ വള്ളിയിട്ട് കൊടുക്കണം. ഇപ്പം നമ്മൾ ഈ സെയിം തുണി തന്നെയാണ് വള്ളി ഇടാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലൂടെ വള്ളി ഇടാം. അതിനായിട്ട് ഞാനൊരു 1 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് വണ്ണം എടുത്തിരിക്കുന്നത് 21 ഇഞ്ചല്ലേ. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ഒരു 30 ഇഞ്ച് നീളത്തിൽ വള്ളി എടുക്കാം. കെട്ടി വെക്കുമ്പോൾ കുറച്ച് നീളത്തിൽ കിടക്കുന്നതായിരിക്കും ഭംഗി. അപ്പോൾ 30 ഇഞ്ച് നീളത്തിലും 1 ഇഞ്ച് വീതിയിലും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല നൈസായിട്ടുള്ള വള്ളി കിട്ടും. ഇനി ചെയ്യേണ്ടത്, ഈ സെയിം തുണി തന്നെ 2 റൗണ്ടാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. ചെറിയ റൗണ്ട് മതി. എന്നിട്ട് ഈ 2 റൗണ്ട് അത് കഴിഞ്ഞ് ഈ വള്ളി എടുത്തൊന്ന് മടക്കി വെക്കുക. അതിൻ്റെ അറ്റത്തേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ 2ആയിട്ട് മടക്കി വെച്ചിരിക്കുന്ന ഈ വട്ടത്തിലുള്ള തുണിയുടെ നടുക്കോട്ട് ഈ വള്ളി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മടക്കിയിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വള്ളിയുടെ 2 അറ്റത്തും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് നമുക്ക് മറിച്ചെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഇനി വള്ളി ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്താൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടും. ഇനി ചെയ്യേണ്ടത്, ഇതിൻ്റെ അറ്റത്തൊരു പിന്ന് കുത്തി കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ, പാവാട സ്റ്റിച്ച് ചെയ്തപ്പോൾ അതിനൊരു പട്ട വെച്ചില്ലേ, അതിൻ്റെ ഉള്ളിലൂടെ വേണം ഈ വള്ളി കയറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അറ്റം ഒന്ന് ഇതുപോലെ ചെറുതാക്കി മടക്കി കൊടുക്കണം. എന്നാലേ പാവാടയുടെ പട്ടയുടെ ഉള്ളിലൂടെ ഇത് നമുക്ക് കയറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഈ പിന്നിങ്ങനെ ഇട്ടിട്ട് പതിയെ പിന്നിങ്ങനെ വലിച്ച് കൊടുത്താൽ പാവാടയുടെ വള്ളി റെഡിയായി. അപ്പോൾ ഇതുപോലെ ഫുള്ളും നമുക്കൊന്ന് പാവാടയുടെ വള്ളി ഇട്ട് കൊടുക്കാം. ഞാനിതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാവാടയൊന്ന് മറിച്ചെടുത്താൽ മതി. പാവാട റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മളൊരു ചെറിയ ബ്ലൗസും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത്തരം വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1 മീറ്റർ തുണി കൊണ്ടാണ് നമ്മൾ ഈ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇതാണ് ഈ സ്കേർട്ടിൻ്റെ കൂടെ ഞാൻ തയ്ച്ച ബ്ലൗസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്തരം വീഡിയോസ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.